തോൽവി പരിശോധിക്കാൻ ഇന്ന് നേതൃയോഗം ചേരും. അതിനു മുൻപ് തന്നെ ചില ആത്മവിമർശനങ്ങൾ കൂടെ CPI-യിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരിച്ചടിച്ചെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആത്മവിമർശനം. അതെ, തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ കണ്ടെത്തുന്നതിൽ LDF പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. BJP-യുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾ കരുതി. ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരം. കൂട്ടായി തിരുത്തി LDF തിരിച്ചു വരുമെന്നും ബിനോയ് വിശ്വം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തോൽവിയിലേക്ക് നയിച്ചത് എന്നൊക്കെ പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഇന്ന് യോഗം ചേരാനിരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെയാണ് ബിനോയ് വിശ്വം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ലേഖനത്തിൽ? ജിൽസി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആത്മപരിശോധന LDF-ൽ നടക്കുകയാണ്. അതിനിടയിലാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു അഭിമുഖം, ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ വിമർശനം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായതും തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടിയായെന്ന് തന്നെ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. ശബരിമല വിഷയം ഇത്ര തരത്തിൽ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ ഈ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നു. വിവാദം പ്രതീക്ഷിച്ചതിലും തിരിച്ചടിയായി. ഇടത് നേതാക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ജനങ്ങൾ കരുതിയിരുന്നില്ല എന്നതാണ് ബിനോയ് വിശ്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ കണ്ടെത്തുന്നതിൽ LDF പരാജയപ്പെട്ടുവെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം എല്ലാ കുറ്റവും CPM-ന് മേൽ ചാരിവെക്കുവാൻ തങ്ങളില്ല എന്ന് കൂടി ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി LDF-ൽ നിന്ന് അകന്നുവെന്നും ഈ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. BJP-യുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾ കരുതി. കാരണം PM-ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി CPI അടക്കമുള്ള പാർട്ടികൾ സംസ്ഥാനത്ത് ഉന്നയിച്ചതാണ്. കാരണം BJP-യുമായി CPM-നും അതുപോലെ തന്നെ സർക്കാരിനും അന്തർധാരയുണ്ടെന്ന പ്രചാരണവും കോൺഗ്രസ് നൽകിയിരുന്നു. ഇതെല്ലാം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുന്നതിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് CPI ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരമെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ആത്മപരിശോധന നടത്തി ശക്തമായി തിരിച്ചു വരുമെന്നതാണ് ബിനോയ് വിശ്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇടത് നേതാക്കൾ അടക്കം അറസ്റ്റിലായത് വലിയ രീതിയിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPI ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായതും ദൗർഭാഗ്യകരമാണ്. കാരണം BJP-യുമായി ഇത്തരത്തിൽ സർക്കാരിന് ബന്ധമുണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾ കരുതിയതാണ് ഈ വോട്ട് നഷ്ടപ്പെടാൻ കാരണമായതെന്നും ഇപ്പോൾ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്.